നമസ്കാരം. 2022 ഫെബ്രുവരി 27 ഞായറാഴ്ച രാവിലെ 10:17 എന്ന സമയത്ത് 10:17 AM 10:17 രാവിലെ 10:17 ശുക്രൻ ഗോചരം ചെയ്യുന്നു. ശുക്രൻ ഗോചരം ചെയ്യുന്നത് ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് ശുക്രൻ ഗോചരം ചെയ്യുമ്പോൾ, ശുക്രൻ എന്ന് പറയുന്നത് ബന്ധങ്ങൾ, വിവാഹം, പ്രണയം, ലൗകിക സുഖം, കുട്ടികള്, നമ്മുടെ ലൗകികമായ എല്ലാ സുഖവും, ഈ പ്രണയമൊക്കെ പൂത്തുലഞ്ഞ് വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ ശുക്രദശാകാലത്താണ്. ലൗകികമായ സുഖങ്ങളൊക്കെ ലഭിക്കുന്നത് ശുക്രദശാകാലത്താണ്. പ്രണയം പൂത്ത് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് ശുക്രദശാകാലത്താണ്. ബന്ധങ്ങളൊക്കെ സുദൃഢമാകുന്നത് ശുക്രദശാകാലത്താണ്. അങ്ങനെ പൊതുവെ പറഞ്ഞാൽ ഐശ്വര്യദായകമായ പല കാര്യങ്ങളും ഈ ശുക്രൻ നമുക്ക് കൊണ്ടുതരും. ശുക്രന് ശുഭദൃഷ്ടി ഇല്ല എങ്കിൽ, ശുക്രൻ വളരെ ക്ഷീണിതനായിട്ടുള്ള ശുക്രനാണ് എങ്കിൽ പല ദോഷങ്ങളും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ ശുക്രൻ നമുക്ക് പല ലൗകിക സുഖങ്ങൾ കൊണ്ടുതരികയും സുപ്രധാനമായ വളരെ പ്രാധാന്യമുള്ള ഒരു ജീവിതത്തിൽ വളരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുത തന്നെയാണ് ഈ ശുക്രന്റെ ഗോചരം. ഒരാളുടെ ജീവിതത്തിലെ ലൗകിക സുഖങ്ങൾ കൊണ്ട് തന്നെ ശുക്രൻ ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ മാറ്റാറുണ്ട്. ശരിക്ക് ഹിന്ദു പുരാണം അനുസരിച്ച് പ്രണയത്തിൻ്റെ, വിവാഹത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ ഒക്കെ കാരകനാണ് ശുക്രൻ എന്ന് പറയുന്നത്. ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് ശുക്രൻ ഗോചരം ചെയ്യുമ്പോൾ, ശുക്രൻ പകർച്ച ചെയ്യുന്ന സമയത്ത് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദക്കാർക്ക് മേടം രാശിക്ക് ശുക്രൻ 2-7 ഭാവങ്ങളിൽ ആധിപത്യം നിൽക്കുന്നത് കൊണ്ട് നല്ല ഒരു ഫലങ്ങളാണ് കിട്ടാൻ സാധ്യത. ഈ ശുക്ര പകർച്ച കൊണ്ട്, ഈ ശുക്രന്റെ ഗോചരം കൊണ്ട് ബന്ധങ്ങള്, പ്രണയങ്ങള് ഇവയെല്ലാം ശക്തിപ്പെടുകയും മേടം രാശിക്കാർക്ക് അനുകൂലമായ സമയങ്ങൾ വന്നു ചേരുകയും കൂടുതൽ പ്രണയബന്ധങ്ങളൊക്കെ ശക്തമാകുകയും വിവാഹത്തിൽ കലാശിക്കാനുള്ള ബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുകയും അവിവാഹിതരായ ആളുകൾക്ക്, വിവാഹം അന്വേഷിച്ച് നടന്നിരുന്ന അവിവാഹിതരായ യുവാക്കൾക്കൊക്കെ വിവാഹം നടക്കുകയും അനുകൂലമായ ഒരു പങ്കാളിയെ, ഇഷ്ടപ്പെട്ടൊരു പങ്കാളിയൊക്കെ കണ്ടെത്താനുള്ള ഒരു സമയവും സാഹചര്യമൊക്കെ വന്നു ചേരുകയും വിവാഹത്തിൽ നിന്ന് പുതിയ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും ഈ ശുക്രന്റെ ഗോചരം. മാത്രമല്ല ബിസിനസ്സിലൊക്കെ പങ്കാളികളെ, ബിസിനസ് ചെയ്യുന്ന കൂട്ടുപങ്കാളികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക്, ബിസിനസ് പങ്കാളികളൊക്കെ ആയിട്ട് നല്ലൊരു സൗഹൃദത്തിലേക്ക് എത്തിപ്പെടാനും നല്ല നല്ല പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാനും സൗഹൃദങ്ങളിൽ നിന്ന് പുതിയ തരത്തിലുള്ള പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉരുത്തിരിയാനും എല്ലാം പറ്റിയ ഒരു സമയം തന്നെയാണ് ഈ ശുക്ര ഗോചരം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. പല അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഭാര്യ ഭർത്താവായിട്ട്, കുടുംബ പങ്കാളികളുമായിട്ട് തർക്കത്തിലേർപ്പെട്ടിരുന്നവർക്ക്, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നവർക്ക് കുറേയൊക്കെ സ്വരച്ചേർച്ചയ്ക്കുള്ള കാരണങ്ങളും കുടുംബത്തിലെ കലഹങ്ങളൊക്കെ മാറി പങ്കാളിയുമായിട്ടൊരു നല്ല ചേർച്ച, ഒരു പ്രണയത്തിൽ എത്തിപ്പെടാനും പ്രണയബന്ധത്തിൽ ഏർപ്പെടാനും എല്ലാം പറ്റുന്ന ഒരു സാഹചര്യങ്ങളും കൂടിയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലം കൂടെ പരിശോധിച്ച് ശുക്രദശാകാലം, മഹാദശാകാലം ഉള്ളവർക്ക് ശുക്രൻ നിങ്ങൾക്ക് അനിഷ്ടപ്രദനാണെങ്കിൽ അതിനുള്ള വഴിപാടുകളും കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ശുക്രന്റെ ഗോചരം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുതരുന്നതാണ് ജീവിതത്തിൽ. ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറച്ച് ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ ഒരു ശുക്രഗോചരം കൊണ്ട് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുകയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു അനുകൂലമായ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറി അനുകൂലമായ ഒരു സമയവും കൂടി വന്നു ചേരുന്നതാണ്. വ്യായാമം, ഭക്ഷണം കഴിക്കുന്നതിനോട് പോലെ തന്നെ വ്യായാമം നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ശീലമാക്കുന്നത് ഈ ശുക്രഗോചരം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. പല അസുഖങ്ങളുള്ളവർക്ക് ഈ വ്യായാമം ഒരു നിർബന്ധമാക്കിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാം. പൊതുവെ മനസ്സിനും കുടുംബത്തിനും ശരീരത്തിനും ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു ഉണർവും ഉന്മേഷവും ഈ ശുക്രഗോചരം കൊണ്ട് സംഭവിക്കുന്നതാണ്. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ചെറിയ ഒരു മാറ്റങ്ങളും അനുകൂലമായ ഒരു നിലപാടും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ പല നല്ല തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതും സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് നല്ല ഗുണങ്ങളും വന്നു ചേരുന്നതാണ് ഈ ശുക്ര ഗോചരം കൊണ്ട്. നിങ്ങൾ വഴിപാടനായിട്ട് വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് വെള്ളപ്പൂക്കൾ കൊണ്ട് വഴിപാടുകൾ കഴിക്കുന്നതും പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ്, നിങ്ങളുടെ ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്നതിന്, ദോഷങ്ങൾ മാറുന്നതിനും.
ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദത്തിൽപ്പെട്ട ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് പല നേട്ടങ്ങളും ഈ ശുക്രഗോചരം കൊണ്ടുതരുന്നതാണ്. ആഡംബരത്തിനായിട്ട് പണം ചെലവഴിക്കുകയും എവിടുന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ആഡംബരത്തിനായിട്ട് സമയവും പണവും നിങ്ങൾ ചെലവഴിക്കാൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ മിക്കവാറും ഉള്ള സമയങ്ങൾ നിങ്ങൾ വിനോദയാത്രകൾക്കും ആഡംബരത്തിനുമായിട്ട് മാറ്റിവെക്കുന്നതും അതുമൂലം ധാരാളം ചിലവുകൾ വന്നുപെടുന്നതുമാണ്. സ്വദേശത്തും വിദേശത്തും ഒക്കെ ജോലി നോക്കുന്ന ഇടവം രാശിക്കാർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നുപെടുമെങ്കിലും നിങ്ങളുടെ കുറച്ച് പ്രാർത്ഥനയും ഈശ്വരാധീനമായ പെരുമാറ്റവും കൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ധാരാളം ജോലി അവസരങ്ങൾ സ്വദേശത്ത് തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുന്നതാണ്. അത് വേണ്ടതുപോലെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം ഇടവം രാശിക്കാര്. 2022 ഈ ശുക്ര ഗോചരം സംക്രമം അനുസരിച്ച് പങ്കാളിയുമായിട്ട് ഇതുവരെ പിണങ്ങിയിരുന്നവരോ പങ്കാളിയുമായിട്ട് വഴക്കോ കലഹോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അത് മാറാനും അതൊരു മീഡിയേറ്റർ മൂലം സംസാരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുത്തി അത് നല്ലൊരു രീതിയിലുള്ള കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കാൻ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബപരമായിട്ട് സമയം വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് ഈ ശുക്രഗോചരം കൊണ്ടുതരുന്നത്. പൊതുവെ ആളുകളുമായിട്ട് നിങ്ങൾ ഇതുവരെ ശത്രുക്കളായിരുന്നു എന്ന് കരുതുന്നവർ പോലും നിങ്ങളോട് കൂടുതൽ മിത്രങ്ങളാവാൻ പെരുമാറുന്നതും കൂടുതൽ ബന്ധങ്ങൾ ദൃഢമാകുന്നതുമാണ്. നിങ്ങളുടെ വളരെയേറെ കാര്യങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് അനുകൂലമായ രീതിയിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ ചെറിയ തോതിലുള്ള പല മാറ്റങ്ങളും പല പങ്കാളികളുമായിട്ടുള്ള പല കൂട്ട് കാര്യങ്ങളും അതായത് ബിസിനസ് പങ്കാളികളുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു സുഖകരമായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നതല്ല. വളരെ ജാഗ്രത പതിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ. നിങ്ങളുടെ ഗുണദോഷ സമ്മിശ്രപരമായ ശാന്തിക്ക് വേണ്ടിയിട്ട് ഗുണദോഷങ്ങൾ കൂടുന്നതിനും ദോഷങ്ങൾ മാറുന്നതിനുമായിട്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ദുർഗാക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പൂക്കൾ കൊണ്ട് വഴിപാടുകൾ കഴിക്കുക ഇടവം രാശിക്കാര്. മിഥുനം രാശിയിൽപ്പെട്ട മകയിരം 3, 4, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നിങ്ങൾ കൂടുതൽ ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം, സാമ്പത്തികം, മാനസികം, ശാരീരികം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നത് ആവശ്യമാണ്. ശുക്രഗോചരം കൊണ്ട് പങ്കാളികളുമായിട്ടുള്ള അകലം മാറുന്നതും ജീവിതത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രണയബദ്ധരായിരിക്കുന്ന കാമുകന്മാർക്ക് കവിതാക്കൾക്ക് ഒരു നല്ല അനുകൂലമായ കാലാവസ്ഥ വന്നു ചേരുകയും വിവാഹം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുടുംബക്കാരുമായിട്ട് ഒത്തുചേർന്ന് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയവും കൂടിയാണ് ഈ പറയുന്ന ശുക്രഗോചരം കൊണ്ടുതരുന്നത്. അവിവാഹിതരായ ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യവും കൂടി സംജാതമാകുന്നുണ്ട്. അനുകൂല സാഹചര്യം വന്നു ചേരുമ്പോൾ നിങ്ങളത് വേണ്ടതുപോലെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഈ ശുക്രഗോചരം നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളിലും നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും പങ്കിടാൻ പറ്റിയ ഒരു കാലം തന്നെയാണ്. അത് കേൾക്കാൻ ആളുകളുണ്ടാവും, അത് പങ്കിടാനും ഇതുവരെ കേൾക്കാൻ പറ്റാത്തവരൊക്കെ ചിലപ്പോൾ നിങ്ങളോട് കൂടി ചേർന്ന് ആ ചിന്തകളും ആശയങ്ങളൊക്കെ ചിലപ്പോൾ പങ്കിട്ടു വന്നിരിക്കാം. അതിന് പറ്റിയ കാലവുമാണ്. അലർജി പോലെയുള്ള രോഗങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഹൃദ്രോഗ ചികിത്സയിലിരുന്ന ആളുകൾക്ക് ഈ സമയത്ത് ഈ ശുക്രഗോചരം ചെയ്യുന്ന സമയത്ത് അതിന് ചികിത്സ തേടേണ്ടതായിട്ട് വരുന്നതാണ്. അലർജി മൂലമുള്ള രോഗങ്ങളുണ്ട് വീണ്ടും പല രോഗങ്ങൾ പിടിപെടാമെന്നുള്ളതുകൊണ്ട് വളരെയേറെ പെട്ടെന്ന് നിങ്ങൾ അതിനുള്ള ചികിത്സകൾ തേടേണ്ടതാണ്. ചിലവുകൾ സുഖസൗകര്യത്തിനായിട്ട് ആഡംബരത്തിനായിട്ടൊക്കെ ചിലവുകൾ വർദ്ധിക്കുകയും അതിനായിട്ട് നിങ്ങൾ കുറച്ച് പണമൊക്കെ മാറ്റിവെക്കും. ഒത്തിരി പണം കുറവാണെങ്കിൽ പോലും സുഖസൗകര്യത്തിനായിട്ട് നിങ്ങൾ പണം ചെലവഴിച്ച് ലൗകിക സുഖങ്ങൾക്കുള്ള സമയം കണ്ടെത്തുകയും ലൗകിക സുഖങ്ങൾക്കുള്ള പണവും നിങ്ങൾ കണ്ടെത്തുന്നതാണ്. കൂടുതൽ കടം വാങ്ങി അധികം പണം വിനിയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഈ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്ന പണം ചിലപ്പോൾ നിങ്ങൾക്ക് ശുക്രഗോചരത്തിൻ്റെ ആ ഒരു മാറ്റം കൊണ്ട് കടം കിട്ടുകയും പിന്നീട് അത് വീട്ടിൽ തീർക്കാൻ ബുദ്ധിമുട്ടും വന്നു ചേരാം. നെയ്യ് ഉപയോഗിച്ച് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയോ കഴിക്കുകയോ വിളക്ക് തെളിയിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷങ്ങൾ അകലാൻ വളരെ നല്ലതാണ്. ശാന്തി പരിഹാരത്തിനായിട്ട് പശുവിൽ നിന്ന് ഉണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ പാല് കാച്ചി ഉറയൊഴിച്ച് നമ്മൾ തന്നെ തൈര് കടഞ്ഞെടുത്ത് അതിൽ നിന്ന് എടുക്കുന്ന നെയ്യ് ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുകയോ ഭക്ഷണത്തിൽ അത് കൂട്ടിച്ചേർത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമെങ്കിലും അത് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നതും വളരെ ഐശ്വര്യദായകമാണ്.
കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ഈ മാറ്റം കൊണ്ട് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ദാമ്പത്യ ഐക്യം, വിജയം ഇവ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നീ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ രംഗത്ത് നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു നേട്ടം പ്രതീക്ഷിക്കാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് ഒരുപാട് അനുകൂലമായ സമയം വന്നു ചേരുന്നുണ്ട്. മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതു രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ സമയത്ത് നല്ല പൊതുവിൽ നിലയും വിലയും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പുതിയ സൗഹൃദങ്ങൾ ഉരുത്തിരിയുന്നതും ചിലവർക്ക് ആ സൗഹൃദങ്ങൾ പ്രണയത്തിലേക്ക് കലാശിക്കുന്നതും ചിലവരുടെ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നതുമായ ഒരു സാഹചര്യമാണ് ശുക്രഗോചരം കൊണ്ട് നിങ്ങൾക്ക് വന്നുപെടുന്നത്. വ്യക്തിബന്ധങ്ങളിലെ പുരോഗതി ഉണ്ടാകുകയും നിങ്ങളുടെ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും കൊണ്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. നല്ല വ്യക്തിബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നുണ്ട്. ഒരു വിനോദയാത്ര നിങ്ങൾക്ക് സംഘടിപ്പിക്കാനും കുടുംബപരമായിട്ട് വിനോദയാത്രയ്ക്കോ പുണ്യയാത്രയ്ക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. മാനസിക സമ്മർദ്ദം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. നിങ്ങൾ തൈര്, പാല് ഇതെല്ലാം നല്ലതുപോലെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നത് ഈ ശുക്ര ദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ്. ഭക്ഷണത്തിൽ തൈരും പാലൊക്കെ കൂടുതലായിട്ട് നല്ലോണം പോലെ ഇപ്പം ചായ കുടിക്കുമ്പോഴും പാലൊഴിച്ച് ചായ കുടിക്കുകയും തൈര് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക, ഊണ് കഴിക്കുന്ന സമയത്ത് തൈരൊക്കെ ചേർത്ത് ഭക്ഷണം കഴിക്കുക എന്നതൊക്കെ വളരെ നല്ലതാണ്. സാത്വികമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഈ ശുക്രഗോചരം നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ കൊണ്ടുതരുന്നതാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽപ്പെട്ടവർക്ക് ആകർഷകമായ വ്യക്തിത്വം ഉണ്ടാവുകയും ആ ആകർഷകമായ വ്യക്തിത്വം കൊണ്ട് സമൂഹത്തിൽ നിന്ന് പല കാര്യങ്ങളും പല വ്യക്തികളെയും നിങ്ങൾക്ക് നിങ്ങളോട് ചേർന്ന് സൗഹൃദത്തിൽ പോകുന്നതിന് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പെരുമാറ്റ രീതികൾ മൊത്തത്തിലുള്ള അപവാദങ്ങൾക്കും രൂപമാറ്റങ്ങൾക്കും ഒക്കെ ഒരു കാരണമാവാൻ സാധ്യതകളുണ്ട്. കൂടുതൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അവിവാഹിതരായ ചിങ്ങം രാശിക്കാർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുകയും വിവാഹത്തിലും വിവാഹ നിശ്ചയം വരെ കലാശിക്കുന്നതുമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ആകർഷണീയമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ഈ ശുക്രഗോചരം കൊണ്ടുതരുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുകയും ചെയ്യുന്നതാണ്. ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ്. മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ആനുകൂല്യം നല്ലതുപോലെ വർദ്ധിക്കുന്നതാണ്. മാധ്യമ രംഗത്തുള്ളവർക്കും ഈ സമയം അനുകൂലം തന്നെയാണ് ഈ ശുക്രഗോചരം കൊണ്ടുതരുന്നത്. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വളരെ നല്ല രീതിയിലും ക്രിയാത്മകമായിട്ടും സർഗാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. കലാകാരന്മാർക്ക് ക്രിയാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും കാഴ്ചവെക്കാൻ പറ്റുന്നൊരു സമയവും കൂടിയാണ് ഈ ശുക്രഗോചരം നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. ശുക്രന്റെ മന്ത്രമായ ഓം ശും ശുക്രായ നമ എന്ന മന്ത്രം, ഓം ശും ശുക്രായ നമ എന്ന മന്ത്രം 108 തവണ എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ശുക്രഗോചരം കാരണം നിങ്ങൾക്ക് ദോഷങ്ങൾ മാറുന്നതിലേക്കായിട്ട്. കന്നി രാശിയിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദക്കാരും അത്തം, ചിത്തിര 1, 2 പാദക്കാരും കൂടുതലായിട്ട് ഏറ്റെടുക്കുന്ന ഏത് ജോലിയും വിജയിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ശ്രമിക്കുകയും അത് വിജയത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ പ്രവർത്തികൾ വളരെ വേഗത്തിലാകുന്നതും ആ പ്രവർത്തികൾ മൂലം നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നമനവും ഈ ശുക്രഗോചരം കൊണ്ടുതരുന്നതാണ്. ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രണയബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയേക്കാം. പ്രണയബന്ധത്തിൽ നിങ്ങളുടെ സംസാരം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചിലപ്പോൾ ഉലച്ചിൽ തട്ടിയേക്കാം. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ വന്നുപെടാം. വാക്കുകളും പ്രവൃത്തികളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അവിവാഹിതർക്ക് വിവാഹം ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ വലിയ നഷ്ടം സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് ഈ സമയത്ത് നിങ്ങൾ നിക്ഷേപങ്ങളിൽ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം പണം നിക്ഷേപിക്കുക. ലൗകിക സുഖങ്ങൾക്കായിട്ട് നിങ്ങൾ പണം ചെലവാക്കിയാൽ പിന്നീട് അത് നിങ്ങൾക്ക് ഒരു നഷ്ടം ആയിത്തീരുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധനം ചിലവഴിക്കാതിരിക്കുക. ഈ ശുക്രഗോചരം നിങ്ങൾക്ക് ചെറിയ ദോഷങ്ങൾ സാമ്പത്തികത്തിൽ വരുത്തുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മികച്ചതായിരിക്കില്ല എന്നത് തന്നെയാണ് കാരണം. വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ശുക്രഗോചരം കൊണ്ട്. വെള്ളിയാഴ്ച ദിവസം വെളുത്ത നിറമുള്ള ഭക്ഷണമോ ആഭരണങ്ങളോ പെൺകുട്ടികൾക്ക് വിവാഹം കഴിയാത്ത കന്യകമാർക്ക് നൽകുന്നത് നല്ലതാണ്. പെൺകുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. കന്യകമാർക്ക് നിങ്ങൾ ദാനമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വെളുത്ത നിറത്തിലുള്ള ഭക്ഷണമോ ആഹാരമോ അല്ലെങ്കിൽ ആഭരണമോ വാങ്ങിച്ചു കൊടുക്കാം. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര 3, 4 പാദക്കാര് ചോതി
വിശാഖം 1, 2, 3 പാദത്തിൽപ്പെട്ട ആളുകൾക്ക്, ഈ രാശിക്കാർക്ക് മികച്ച ആരോഗ്യം, നല്ല സുഖപരമായ ഭക്ഷണം, നല്ല സമൃദ്ധമായൊരു ജീവിതം നിങ്ങൾക്ക് ഈ ശുക്രഗോചരം കൊണ്ട് നേടിയെടുക്കാം. സ്വന്തമായ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സിനൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ കൂടെ നിർത്തി നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ആസ്വാദനം, പ്രണയം, ലൈംഗികത ഇവയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബിസിനസ്സുകാരുടെ ലാഭം വളരെ നല്ല രീതിയിൽ തന്നെ കുതിച്ചുയരുന്നതുമാണ് ഈ ശുക്രഗോചരം കൊണ്ട്. പ്രണയബന്ധത്തിലുള്ളവർ വിവാഹമോ വിവാഹ നിശ്ചയമോ ബാധിക്കുന്നതാണ്. പ്രണയത്തിൽ ചേർന്നിട്ടുള്ളവർക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതാണ്. ഇവൻ നിശ്ചയമെങ്കിലും ഒരു എൻഗേജ്മെന്റെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗം പുഷ്ടിപ്പെടുകയും അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക നിലയിൽ ഉയർച്ചയുണ്ടാവുകയും അതുകൊണ്ട് നിങ്ങൾക്ക് ലൗകികമായ സുഖങ്ങൾ കണ്ടെത്താനും സാധിക്കുന്നതാണ്. വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. അതിനായിട്ട് നിങ്ങൾ പണം മുടക്കുകയും കുടുംബസമേതം നിങ്ങൾക്ക് വിനോദയാത്രകളൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. പരിഹാരമായിട്ട് വീട്ടിൽ വൈകുന്നേരം കർപ്പൂരം കത്തിക്കുക. വിളക്ക് കത്തിച്ചതിന് ശേഷം കർപ്പൂര ആരതി ഒഴിയുന്നതും വളരെ നല്ലതാണ്. വൃശ്ചികം രാശിക്കാർക്ക് വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നതും വ്യക്തിത്വം മൂലം വികസിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ്. നിങ്ങളുടെ സംസാരം, പ്രവൃത്തി ഇവ മറ്റുള്ളവരെ നിങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്നതിനും കൂടുതൽ ആകർഷണീയത തോന്നുന്നതിനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബ ദാമ്പത്യത്തിൽ വൃശ്ചികം രാശിക്കാരുടെ ദാമ്പത്യത്തിൽ പങ്കാളിയുമായിട്ട് നല്ല അടുപ്പവും പ്രണയവും വന്നു ചേരുന്നതാണ്. പങ്കാളിയുമായി നല്ല അടുപ്പം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഇത്രയും കാലം പിരിഞ്ഞിരുന്ന പങ്കാളികൾ ഒത്തൊരുമിക്കാനുള്ള സാഹചര്യങ്ങളും സംജാതമാകുന്നുണ്ട്. നിങ്ങൾ മുൻകൈയെടുത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള കലഹങ്ങളും വഴക്ക് വെറുപ്പ് ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാര്. ഈ ശുക്രഗോചരം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കുടുംബജീവിതത്തിൽ കൊണ്ടുതരുന്നുണ്ട്. നല്ല അടുപ്പം ഉണ്ടാക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. ഭാര്യയുടെ ഭാര്യയുടെ പൈതൃകമായ സ്വത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗവും കൂടി ഈ ശുക്രഗോചരം കൊണ്ടുതരുന്നുണ്ട്. അസുഖങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ചെറിയ രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അസുഖങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് വ്യായാമം, വിശ്രമം, ഉറക്കം, ഭക്ഷണം ഇതൊക്കെ എല്ലാം യഥാസമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ്. സാധാരണ പുതിയ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങാനിരുന്നവർക്കും ഏതെങ്കിലും പഴയ പ്രോജക്റ്റ് പുതിയതായിട്ടൊന്നുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. ആത്മാർത്ഥതയോടുകൂടിയുള്ള നിങ്ങളുടെ സമീപനം പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. നിങ്ങളുടെ ആശയവിനിമയത്തിലൂടെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചയും തൈര് ഉപയോഗിച്ച് കുളിക്കുന്നതിന് മുമ്പ് മുഖത്തെങ്കിലും കുറച്ച് തൈര് പുരട്ടി തേച്ച് കുളിക്കുന്നത് നിങ്ങളുടെ ശുക്രഗോചരത്തിൽ കൂടുതൽ ഗുണങ്ങൾ കൊണ്ടുതരും. കുളിക്കുന്നതിന് മുമ്പ് എല്ലാ വെള്ളിയാഴ്ചയും കുറച്ച് തൈര് മുഖത്തൊക്കെ പറ്റിയിട്ട് പോയിട്ട് കുളിക്കുക. കുളിക്കുമ്പോൾ തൈര് ഒഴിച്ച് കുളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ തൈര് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിച്ചാലും മതി, അങ്ങനെ ഉപയോഗിക്കാം. ധനു രാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1 പാദത്തിൽപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. പങ്കാളിയുമായിട്ട് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വന്നു ചേരാം. എങ്കിലും നിങ്ങളുടെ ആശയവിനിമയം മൂലം കുറെയെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ നല്ല രീതിയിൽ അധ്യാപകരെ ആകർഷിക്കത്തക്ക രീതിയിൽ മാർക്കുകൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ ഒക്കെ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു പ്രഗത്ഭമായ ഒരു കാഴ്ചപ്പാട് കാഴ്ചവെക്കാൻ സാധിക്കും. അധ്യാപകരുടെ മുൻപിൽ തങ്ങളുടെ കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യവും കൂടിയാണ് ഈ ശുക്രഗോചരം. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ്. സന്തോഷവും സംതൃപ്തിയും ഉള്ള ചുറ്റുപാടുകൾ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇരിക്കുന്നിടത്തും നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തും നിങ്ങൾക്കും നിങ്ങൾ ഇരിക്കുന്ന ചുറ്റുപാടുകളിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയൊക്കെ ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി വിഷ്ണു ക്ഷേത്രത്തിൽ, ലക്ഷ്മി സമേതനായ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് പോരുന്നത് നല്ലതാണ്. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദക്കാര്, തിരുവോണം, അവിട്ടം 1, 2 പാദക്കാര്, മകരം രാശിയിൽപ്പെട്ടവർക്ക് വളരെ ശുഭകരവും ഗുണകരവുമായ ഒരു ശുക്രഗോചരമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഈ സമയം വിവാഹം തീരുമാനിച്ചിരിക്കുന്നവർക്കോ വിവാഹം നടക്കാതെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് തടസ്സം കൊണ്ട് മാറ്റിവെച്ചിരിക്കുന്നവർക്കൊക്കെ വിവാഹം നടക്കുന്നതാണ്. അവിവാഹിതർക്ക് ഒരു നല്ല കാലം തന്നെയാണ് വന്നു ചേരുന്നത്. കുറേ കാലമായിട്ട് വിവാഹം ആലോചിച്ചിട്ട് നടക്കാതിരിക്കുന്ന അവിവാഹിതർക്കൊക്കെ ഇപ്പോൾ വിവാഹം നടക്കാനുള്ള ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്.
രമിതാക്കളായ പ്രണയബദ്ധരായിരിക്കുന്നവർക്ക് പ്രണയബദ്ധരായവരൊക്കെ കൂടുതൽ അവരുടെ ബന്ധം സുദൃഢമാകുന്നതാണ്. ദീർഘകാലമായിട്ട് അസുഖമുള്ളവരും അസുഖത്തിന് ചികിത്സയുള്ള ആളുകളുടെ ആരോഗ്യം ഒന്ന് സുഖപ്പെടുന്നതാണ്. അതിനുവേണ്ട സമയവും സന്ദർഭവും നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ബിസിനസ് കാര്യങ്ങളിൽ പങ്കാളികളുമായിട്ട് കൂട്ടുപങ്കാളികളുമായിട്ട് നല്ല ബന്ധം നിങ്ങൾക്ക് കാഴ്ചവെക്കാനും അതുമൂലം നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. ഫലദായകമായ പല കാര്യങ്ങളും നിങ്ങളുടെ ആത്മവിശ്വാസത്തിലൂടെ ഉടലെടുക്കുന്നതാണ്. വിവാഹ പങ്കാളിയുമായിട്ട് വിനോദയാത്ര, ഇപ്പോൾ വിവാഹം കഴിഞ്ഞവർക്ക് വിനോദയാത്ര പോകാനും ഹണിമൂൺ ട്രിപ്പ് പോകാനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ശുക്രഗോചരം കൊണ്ടുതരുന്നുണ്ട്. വളരെയേറെ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യതകളെ ശുക്രഗോചരത്തിൽ കാണുന്നുണ്ട്. ലൗകികമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ശുക്രഗോചരം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങൾ പാല് ദാനം ചെയ്യുക, വെളുത്ത സാധനങ്ങൾ, വെളുത്ത തരത്തിലുള്ള വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം 3, 4 പാദക്കാര്, ചതയം, പൂരോരുട്ടാതി 1, 2 നക്ഷത്രക്കാര്, കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു മാസമാണ്, സമയമാണ് ശുക്രഗോചരം കൊണ്ട്. ആശുപത്രി വാസം മൂലം ആരോഗ്യകാര്യത്തിൽ ചെറിയ അശ്രദ്ധ കൊണ്ട് ആശുപത്രി വാസം മൂലം കൂടുതൽ ചിലവുകളൊക്കെ നിങ്ങൾക്ക് വന്നുപെടാം. കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കും. പങ്കാളിയുമായിട്ട് വളരെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ജീവിത പങ്കാളികൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് സന്തോഷപരമായ സംതൃപ്തപരമായ ജീവിതം നിങ്ങൾക്ക് ഈ സമയത്ത് ശുക്രഗോചരം കൊണ്ടുതരുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ട് വളരെ പ്രണയബദ്ധരായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വളരെ നല്ല ഒരു അനുകൂല സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ കാഴ്ചവെക്കുന്നത്. ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ആശുപത്രി വാസം മൂലം ചിലപ്പോൾ ചിലവുകളൊക്കെ അധികരിച്ചേക്കാം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതെ സൂക്ഷിക്കണം. ചിലവുകൾ അധികരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം. അതുകൊണ്ട് ലൗകികപരമായ കാര്യങ്ങളിൽ കൂടുതൽ പണം ചിലവഴിക്കാതെ വിനിയോഗിക്കാതെ ഇരിക്കാം. പണക്ഷാമം നിങ്ങൾക്ക് നേരിടാം. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് നേടാനുള്ള ഒരു അവസരവും വന്നു ചേരും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുകയും കുമാരസൂക്ത പുഷ്പാഞ്ജലി മുരുകക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ്. മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുകയും പുതിയ ജോലി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വരുമാന വർധനവിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയും അത് ദൃഢമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. വിവാഹിതരായ ദമ്പതികൾ വളരെ സന്തോഷത്തോടുകൂടി ഇതുവരെ പിരിഞ്ഞിരുന്നവർക്കൊക്കെ ചിലപ്പോൾ കൂടിച്ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. മനോഹരമായ സുദിനങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയം തന്നെയാണ്. വിവാഹിതരായ ദമ്പതികൾ ഇതുവരെ വഴക്കിട്ടിരുന്നിരുന്നവരൊക്കെ ഒരുമിച്ച് ചേർന്ന് കുടുംബത്തിൽ ഒത്തൊരുമിച്ച് പോകാനൊക്കെ സാധിക്കും. പഠനപരമായിട്ടും സർഗാത്മകപരമായിട്ടൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സർഗാത്മകമായ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുന്നതാണ്. ഗവേഷണ രംഗത്തുള്ളവർക്കും നിഗൂഢമായ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ശാസ്ത്രജ്ഞന്മാരെ പോലെയുള്ളവരും ഗവേഷണ രംഗത്തുള്ളവർക്കൊക്കെ ആ കാര്യത്തിൽ അഭിനിവേശം വളരുകയും അതുമൂലം ലൗകികമായ പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നതാണ്. ബിസിനസ്സുകാർക്ക് ഈ ശുക്രഗോചരം വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് നല്ല ഒരു ടേംസിൽ പെടുകയും അവരുമായിട്ട് കൂടിച്ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക രംഗത്ത് സുസ്ഥിരത നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സന്തുഷ്ടരായിരിക്കും മീനം രാശിക്കാര്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചില രോഗങ്ങളൊക്കെ പിടിപെടാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഉദരരോഗം, ദഹനക്കേട് ഇവയൊക്കെ വന്നു ചേരാവുന്നത് കൊണ്ട് ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ്. കൂടുതൽ എണ്ണമയമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, കൊഴുപ്പ് ഇവയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പരിഹാരമായിട്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഒരു ദിവസം ധരിച്ച വസ്ത്രം കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു വസ്ത്രം വളരെ വൃത്തിഹീനമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. വളരെ നല്ല ശുചിയുള്ള വസ്ത്രങ്ങളും ശുഭ്ര വസ്ത്രങ്ങളും ധരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമസ്കാരം.